ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹേമ നിതിൻ. എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ നാളായല്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഇപ്പോൾ കുറേയൊക്കെ ഷോർട്സാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. ഞാനിപ്പോൾ റാന്നിയിലല്ല, എൻ്റെ വീട്ടിലാണ്, കൊല്ലത്താണ്. ഇവിടെ സുലഭമായിട്ട് കക്ക കിട്ടുന്ന ഏരിയയാണ്. അപ്പം ഇന്നൊരു കക്ക റെസിപ്പിയാണ്, അതായത് കക്കാത്തോരൻ. റാന്നിയിലാണെങ്കിൽ കക്കയൊന്നും കിട്ടാറില്ല. ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തുള്ള കക്ക, ഞണ്ട്, ചെമ്മീനൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ കക്കാത്തോരനാണ്. ഞാനാണ് കുക്ക് ചെയ്തേക്കുന്നത്, അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ കക്കാത്തോരനാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കക്കാത്തോരൻ. അപ്പോൾ ലോങ് വീഡിയോ ആണ്, എല്ലാവരും കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കക്കാത്തോരന് വേണ്ടിയുള്ള കക്ക ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരുപാട് അരച്ചിട്ടില്ല, തോരന് നമ്മൾ ഉപയോഗിക്കുന്ന തൊട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി കക്കയിലേക്ക് ആഡ് ചെയ്ത് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ നമുക്ക് ആഡ് ചെയ്യാം. 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് സോൾട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം തേങ്ങാക്കൊത്ത് ചേർക്കാം. പിന്നെ ഒരു 10-15 ചെറിയുള്ളി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഞാനിവിടെ ചേർത്തിട്ടില്ല, ചെറിയുള്ളി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളി ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിരുന്ന കക്ക ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കക്കയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല കക്കയ്ക്ക്, ഒരു 5 മിനിറ്റ് ആവിയിലിരുന്ന് വേവാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിമ്പിളായിട്ടുള്ള കക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിവിടെ നന്നായിട്ട് ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കക്ക ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാനിതിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കക്കയൊക്കെ കിട്ടാത്ത നാടുകളും ഉണ്ടാവും. അപ്പം സിമ്പിളായിട്ടുള്ള കക്കാത്തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.